2025 എൻഡിങ്ങിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ തപ്പിത്തിരഞ്ഞ് കുറേ നോക്കി, ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല. എന്നാൽ പിന്നെ കിടക്കട്ടെ ഇതെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഗുണങ്ങളോ നേട്ടങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്ന പ്രശ്നങ്ങളാണെങ്കിലോ കൂടുതലുണ്ട്. നമുക്ക് അച്ചീവ്മെൻറ്റില്ലെങ്കിലും ബോണസ് ഒരുപാടുണ്ട് കേട്ടോ. കാരണം അതിന് കമ്മിയൊന്നും ഉണ്ടാവില്ലല്ലോ. സന്തോഷങ്ങളേക്കാൾ കൂടുതൽ സങ്കടങ്ങളും സങ്കടങ്ങളേക്കാൾ കൂടുതൽ സന്തോഷമുള്ള കാലത്ത് സങ്കടം തന്നെയായിരുന്നു മുൻപന്തിയിൽ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മൾ നേടിയെടുത്ത കുറേ കാര്യങ്ങളും പരിശ്രമിച്ച കുറേ കാര്യങ്ങളും ഈ വർഷത്തിൽ കിട്ടിയവരും ഉണ്ടാകും. പക്ഷേ ഇതൊന്നും നേടാത്തതുകൊണ്ടാണോ, പരിശ്രമിക്കാത്തതുകൊണ്ടാണോ, മടി കാരണമാണോ, അതോ ജീവിത കാരണങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് പറയാൻ കാരണമായിട്ട് അച്ചീവ്മെൻറ്റുകളൊന്നുമില്ല. എന്നാൽ കുറേ സന്തോഷങ്ങളും ഉണ്ട്. എന്തൊക്കെയോ കുറേ സന്തോഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അതും ഒരു ഹാപ്പിനെസ് തന്നെയല്ലേ. എന്നാൽ സങ്കടമാണെങ്കിൽ ഓർക്കാൻ മാത്രമുള്ളതുണ്ട്. അടുത്ത വർഷം ന്യൂ ഇയർ റെസൊല്യൂഷൻ ഈ സങ്കടങ്ങളില്ലാതെ സന്തോഷം മുന്നോട്ട് പോയി അച്ചീവ്മെൻറ്റുകളെല്ലാം നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അതൊക്കെ സംഭവിക്കുമോ അറിയില്ല. കാരണം ഇതുവരെ അങ്ങനെ ആയിരുന്നേ. രാവിലെ എണീറ്റ് ന്യൂ ഇയറിൻ്റെ അന്ന് നേരത്തെ കുളിച്ച് നേരത്തെ ഒരുങ്ങി പോകണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതെങ്ങനെയായാലും 5 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലേറ്റ് ആവുമല്ലോ, സ്വാഭാവികം. അതേപോലെ തന്നെ ഇതും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ നടക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരു മത്സരബുദ്ധി വേണം. അത് ആ ഒരു നിമിഷം മാത്രം ഉണ്ടാകുന്ന കാര്യമായതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളത് എണ്ണത്തിൽപ്പെടുത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇനി അടുത്ത വർഷം ഉഷാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.